വെൽക്കം ബാക്ക് ടു വാഗമണ്ണിൽ അടിച്ച് പൊളിക്കാൻ പോകുന്ന 2 ദിവസത്തെ ട്രിപ്പാണ്. അപ്പോൾ എപ്പോഴും ഉള്ളൊരു അബ്ദുള്ളയും ഞാനും ആദിത്യ എന്നുള്ള എൻ്റെ കൂടെ 2 വേറെ ഫ്രണ്ട്സാണ്. വേറെ ഫ്രണ്ട്സ് നമ്മളെ വ്ളോഗിലൊന്നും ഇതുവരെ ഇല്ലായിരുന്നു അവർ. പിന്നെ അവരും കൂടി നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് വാഗമണ്ണിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വാഗമൺ എത്തിയിട്ട് കാണാം. നമുക്കിനി നേരെ അവിടെ പോയിട്ടുള്ള കാര്യങ്ങളാണ്. 2 ദിവസം നമ്മൾ പോകുന്നു, അടിച്ചു പൊളിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വാഗമണ്ണിൽ ഈ വണ്ടിയിലാണ് നമ്മൾ പോകാൻ പോണത്. ട്രാവലറാണ്. വണ്ടി കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വാഗമണ്ണി വിടാൻ പോകണല്ലോ. അപ്പോൾ നമ്മളിനി നേരെ ഒന്ന് നോക്കാൻ നേരെ വാഗമണ്. അപ്പോൾ ഇനി വീഡിയോ എല്ലാവരും കാണുക. നമ്മൾ പാട്ടൊക്കെ എൻജോയ് ചെയ്ത് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വാഗമണ്ണി കാണാം. പോണതിൻ്റെ ഇടയ്ക്ക് ഒരു കോവലി വന്ന് ഇറങ്ങിയല്ലേടാ. നമ്മളൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ കോവലി വന്ന് ഇറങ്ങി. ഇനി നമ്മൾ നേരെ വാഗമണ്ണിലാണ്. ഇനി ഒരിടത്തും ഇല്ലല്ലേ. ചിലപ്പോൾ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങും, അല്ലാതെ നമ്മളിനി ഒരിടത്തും ഇല്ല. അപ്പോൾ നമുക്ക് നേരെ വാഗമണ്ണ് വിടാം. ചെല്ലക്കാറ്റെ ചൊല്ലു ചൊല്ലു ചക്കരവാക്കിലെന്തുണ്ട്, മായക്കാറ്റെ നില്ല് നില്ല് ചിത്തിര കയ്യിലെന്തുണ്ട്, അത്തിമരത്തിലെ കൊച്ചുകിളിക്കൂട്ടിൽ പുള്ളിക്കുയിൽ കുഞ്ഞു കുഞ്ചും കുറുമൊഴിയോ, പെറ്റുപെരുകണ പൊന്മയിൽ പിരിയോ. ചെല്ലക്കാറ്റെ ചൊല്ലു ചൊല്ലു ചക്കരവാക്കിലെന്തുണ്ട്. വിചാരിച്ച പോലെയല്ലേ, ഭയങ്കര തണുപ്പ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലേ, ഭയങ്കര വിറയ്ക്കണ തണുപ്പ്. കാരണം ഇന്ന് മഴ സമയം കൂടിയാണ് ഗൈസ്. ഭയങ്കര തണുപ്പെന്ന് പോലെ അപ്പൂ സഹിക്കാൻ വയ്യ. ഇവിടെ മഴയും കൂടി അതോ ഇതിനോട് വലിയ അപ്പൂ. ഇനി അങ്ങോട്ടുള്ള കാഴ്ച നമുക്ക് മറ്റേ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, പിന്നെ മുട്ടക്കുന്നുണ്ടല്ലേ, പിന്നെ പൈൻ ഫോറസ്റ്റ്, അഡ്വഞ്ചർ പാർക്ക്, അങ്ങനെ കുറേ കാണാനുണ്ട്. അപ്പൂ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് തണുപ്പ് സഹിക്കാൻ വയ്യ. നമുക്കിനി അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാം. നോക്കണ്ട. അപ്പൊ നമ്മളിനി നേരെ നമ്മൾ താമസിക്കാൻ പോണ സ്ഥലത്താണ് പോകാൻ പോണ, കോട്ടേജിലല്ലേ. നമുക്ക് അവിടെ വെച്ച് കാണാം. തണുപ്പെന്ന് പറഞ്ഞ് പെട്ടെന്ന് തുണി എടുത്ത് മാറ്റി. കോട്ടേജിൽ എത്തിയിട്ടുണ്ടല്ലേ. ചെറിയ മഴയേ ഉള്ളൂ, മഴയാണ്, എന്നാലും ഭയങ്കര മഞ്ഞാണ് ഗൈസ്. കണ്ട മഞ്ഞ് മൂടി കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ സെറ്റപ്പ് ആണല്ലേ. അപ്പോൾ നമ്മളെ കോട്ടേജ് കാര്യം ഇവിടെ കുറേ കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നമ്മൾ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മളെ കോട്ടേജിലോട്ട് പോകാം ഗൈസ്. ആദ്യത്തെ പറഞ്ഞു തരും. കോട്ടേജ് സെറ്റാണ്, പക്ഷേ റേറ്റ് അല്പം കൂടുതലാണ്. ഒരു കോട്ടേജിന് 6000 രൂപ. പക്ഷെ കൊള്ളാം. ഇത് ഫ്രിഡ്ജാണ്, കിച്ചൺ പോലെ. ഇത് ഫ്രിഡ്ജാണ്, കിച്ചൺ പോലെ ഒരു സ്ഥലം. അടുത്ത ഡൈനിങ് ടേബിള്, ഇത് സോഫയും, ഇത് ഹാളാണ്. പിന്നെ ഇത് ഫസ്റ്റ് ബെഡ്റൂം. അപ്പൊ ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. അറ്റാച്ച് ബാത്റൂം ഉണ്ട്. ബാത്റൂമിൽ കുളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തുറക്കില്ല. രണ്ടാമത്തെ മാസ്റ്റർ ബെഡ്റൂം. അങ്ങനെ 2 കോട്ടേജാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ 2 കാണിച്ചു തരാം. മൂടിക്കിടക്കാണ്. ഇവിടെയാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ലേഡീസിന് ഒരു കോട്ടേജ്, ജെൻസിന് ഒരു കോട്ടേജ്, അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അവിടെ കാണിച്ചു പോകും. നല്ല മഞ്ഞുണ്ട്. നല്ല മഞ്ഞുണ്ട്. നമുക്ക് താഴോട്ട് പോകുമ്പോൾ നല്ല തണുപ്പല്ലേ.
ഇതാണ് ഗൈസ് വാഗമൺ. ഇവിടെ കുറെ ചെറിയ അരുവി കണ്ടോ ഗൈസ്, ഫ്രണ്ടിലൊരു വെള്ളച്ചാട്ടം, മഞ്ഞിന്റെ മേള. നമുക്ക് എന്തായാലും പാർക്കും കൂടി പോയി കാണാം. ഇതാണ് ഫുള്ള് സെറ്റപ്പ് ആണ് ഗൈസ്. ഈ കോട്ടേജിൽ തന്നെ ചെറിയ പാർക്ക് ഊഞ്ഞാലൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യ പയ്യൻ കാണിച്ചു തരും. ഊഞ്ഞാലാടി കാണിച്ചോളൂ, അടുത്തേ ഉണ്ടാട്ടി കാണിച്ചു തരും. പിന്നെതാ ഇവിടെ ഇത് മറ്റെന്തിനാ ഇതിനെ പറയണ, ഒരു സൈഡ് ഇങ്ങനെ പൊങ്ങും, അപ്പൊ ഒരു സൈഡ് താഴെ. അപ്പോ ഫുള്ള് വെള്ളമാണ് ഗൈസ്, അത് മഴ പെയ്തോണ്ടേ. ഇവിടത്തെ കാഴ്ചകൾ ഒരു സിനിമാറ്റിക് മോഡിൽ കാണാം ഗൈസ്. അല്ലേടാ ഹെവൻ, ഇത് സ്വർഗമാണ് കൈസ്, സ്വർഗം. നമുക്ക് മഞ്ഞും മലയും എല്ലാം കാണാം. കിട്ടില്ലോന്ന് കൈസ്. ഇവിടെ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ജീവിതത്തിന് വന്ന് എൻജോയ് ചെയ്യണം വാഗമൺ അല്ലേ. പക്ഷെ നമ്മൾ വന്ന ടൈം ഒത്തിരി മഴ സമയമായി പോയി, അതാണ് പ്രശ്നം അല്ലേ. നമുക്കിനി വാഗമണിൽ പോയിട്ട് ബാക്കി അഡ്വഞ്ചേഴ്സും ആക്ടിവിറ്റീസും ഒക്കെ കാണാം. ഹോട്ടലിൽ കയറാൻ വന്നതാണ്. അതായത് ഇവിടെ ഹോട്ടലുണ്ട്. ഞാൻ ഒരു ബിരിയാണിയും കൂടെ കഴിച്ച്, ഞാൻ ബിരിയാണിയാണ് കഴിച്ചത്. ചോക്ലേറ്റ് കഴിച്ചിട്ടുള്ളതുകൊണ്ട് വാഗമണ്ണിൽ നിന്നും കൂടി ഒരു ചോക്ലേറ്റ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ വൈറ്റും ഉണ്ട് ബ്ലാക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ടും ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം, രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പ്രിയ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ്. വൈറ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്, ഇത്തിരി ഹാർഡാണ് പക്ഷെ കൊള്ളാം, ടേസ്റ്റ് ഉണ്ട് കേട്ടോ. രണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നമ്മൾ മൂന്നാർ ഓരോ സെറ്റപ്പാണ്. ആ കണ്ടില്ലേ, നമ്മൾ വാഗമണ്ണിലെ പ്രത്യേക സ്ഥലമാണ്. പ്രത്യേക സ്ഥലം എന്നല്ല, നമ്മൾ തങ്ങണ സ്ഥലത്തുള്ള സ്ഥലമാണ്. ഫുള്ള് കാണിച്ചു തരാം. ഫുൾ തേയിലത്തോട്ടമാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ ഗൈസ്. ഇത് കാണുമ്പോൾ മഞ്ഞുവൽ ബോയ്സിന് ഓർമ്മ വരണം കേട്ടോ. മനിതനുനത് കൊല്ല ഇത് മനിത കാതലല്ല, അതെയും താണ്ടി പുനിതമാനത്. അഭിരാമിയെ താലാട്ടും സാമിയെ നാൻ താനെ തെരിയുമാ. ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ഡാൻസ് ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നല്ലൊരു വ്യൂ നോക്കാനായിട്ട് പോവുകയാണ്, നല്ല വ്യൂ. അപ്പോൾ കാണിച്ചു തരാം. താഴോട്ടെന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ നമ്മൾ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലടാ. അപ്പോൾ താഴെ എത്തിയിട്ട് കാണിച്ചു. നിങ്ങൾക്ക് സ്വർഗം കാണണോ? എന്നാ നോക്കിക്കോ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും. സ്ഥലം ഇവിടെ താഴെ ചാടിയ കൊക്കയാണ് അല്ലേ. ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്, പക്ഷെ അങ്ങ് കൊക്കയാണ് ഗൈസ്. ഉരുണ്ടുരുണ്ട് അങ്ങ് പോവും ഗൈസ്. ഈ സ്ഥലം ഏതെന്ന് നിങ്ങൾ ഗസ് ചെയ്യും. നമ്മൾ നേരത്തെ മുകളിൽ നിന്ന് കാണിച്ച ആ കൊക്ക എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതായത് ഇതുവഴിയാണ് നമ്മൾ തെന്നി പോണത്, അങ്ങ് പോവും. അപ്പോൾ ഗൈസ് കണ്ട നമ്മൾ പിന്നെ അങ്ങ് ചെന്നെത്തും ഗൈസ്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഗ്രീൻ ഹെവൻ വാഗമൺ. കണ്ട. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ പോകാനുള്ള പരിശ്രമത്തിലാണ്. കൺമണിയുടെ കണ്ണനായി വാ, കളമൊഴിയുടെ തോഴനായി വാ. அந்த இடத்தோட உண்மையான பேர் என்ன தெரியுமா? മനിതനുനത് കൊല്ല ഇത് മനിത കാതലല്ല, അതെയും താണ്ടി പുനിതമാനത്. അഭിരാമിയെ
தாலாட்டும் சாமியே நான் தானே தெரியுமா மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல அதையும் தாண்டி புனிதமானது உனது கொல்ல இது மனித காதல் அல்ல அதையும் தாண்டி புனிதமானது அபிராமியே தாலாட்டும் சாமியே நான் தானே தெரியுமா സുഭാഷ് വീഡിയോ ഇവിടെ തീർന്നിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ നേരെ വാഗമണിലെ ബാക്കി കാര്യങ്ങളൊക്കെ കിടക്കാണ്. ഗ്ലാസ് ബ്രിഡ്ജിൽ അല്ലെങ്കിൽ അഡ്വഞ്ചർ പാർക്കിൽ ഒരിടത്തും പോകാൻ പറ്റില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു ഗൈസ്. അവിടേക്ക് അടച്ചിട്ടേക്കാണ്. അപ്പോൾ നാളെ നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് എത്ര മഴയുണ്ടെങ്കിലും അവിടെ കയറി എടുത്തിട്ട് നമ്മൾ വരും. അഡ്വഞ്ചർ പാർക്ക് ക്ലോസ്ഡ് ആണ് മഴ ആയതുകൊണ്ട്. ബട്ട് പൈൻ ഫോറസ്റ്റ്, മൊട്ടപ്പാറ, അങ്ങനെ മൊട്ടക്കുന്ന്, ഇവിടെ എല്ലാം നമ്മൾ പോയി എടുക്കുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾ ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. സോ നാളെ രാവിലെ കാണണ്ട, നമുക്ക് ക്യാമ്പ് ഫയറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് രാത്രി കാണാം. അതുവരെ വെയിറ്റ്. ക്യാമ്പ് ഫയറിൻ്റെ ടൈമിംഗ് ആണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഫുഡ് കഴിക്കണം. ക്യാമ്പ് ഫയർ അടിച്ച് പൊളിച്ച് DJയും ഫയറും ലൈറ്റൊക്കെ ആയിട്ട് നമ്മൾ പോകാൻ പോകണം. അപ്പോൾ അവിടെ ക്യാമ്പ് ഫയർ ഒരുക്കണമുണ്ട്, കാണിച്ചു തരാം. സീന് വേറെ ലെവല്. ഇനിയിപ്പോ തീയും കത്തും. ഇത് ഓരോരോ ലൈറ്റ് ആയിട്ട് മാറും കണ്ട. മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്തു വച്ച രക്ഷകനെ സംഹാരകനെ Here we go, take your soul back aside. Do you know the pressure I will guide you by? It's now or never, much. ആഗ്രഹിച്ചു പോയിട്ടുള്ളതാണ്. ഇനി നമുക്ക് കഴിച്ചിട്ട് കാണാം. ഫ്രൈഡ് റൈസ് ആണ്. ഇപ്പോൾ രാത്രി ആയിരിക്കണം. നമ്മൾ അടിച്ചു പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഉറങ്ങാൻ പോവാണ്. ഇനി നമ്മൾ നാളെ രാവിലെയാണ് നമ്മളെ പൈൻ ഫോറസ്റ്റ്, പിന്നെ എവിടെയൊക്കെ മുട്ടക്കുന്നിന് പോകണം അല്ലേ. പിന്നെ നമ്മൾ ഗ്ലാസ് പിടിച്ച് അവിടെയൊക്കെ വിടുകയാണെങ്കിൽ നമ്മൾ പോകും. പക്ഷെ പൈൻ ഫോറസ്റ്റിനും മുട്ടക്കുന്നും പിന്നെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ പോകുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ നാളെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ നാളെ രാവിലെ ആവുന്നവരെ എല്ലാവരും വെയിറ്റ് ചെയ്യും. നമ്മൾ ഉറങ്ങട്ടെ, നമ്മൾ വെയിറ്റിംഗ് ആണ് അല്ലേ. അപ്പോൾ ഈ റൂമിൽ നമുക്ക് മാത്രമുള്ള റൂമാണ്. അപ്പോൾ സീ യു പോവല്ലേ ആരും. അപ്പോൾ നമുക്ക് രാവിലെ കാണാം. ബൈ. രാവിലെ ആയിട്ടുണ്ട്. രാവിലെ നല്ല വെയിൽ വന്നിട്ടുണ്ട്. നല്ല വെയിലുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് പൈൻ ഫോറസ്റ്റിനും അവിടെ ഇവിടെയൊക്കെ പോകാനുള്ള നല്ല ടൈമിംഗ് ആണ്. നമ്മൾ തിരിച്ചിറങ്ങാൻ പോവുകയാണ്. നമ്മൾ ഈ റിസോർട്ടിൻ്റെ അടുത്ത് ചാറ്റ പറഞ്ഞ് പോകാൻ പോവാണ്. സോ ബൈ. ഇനി നമ്മൾ വണ്ടി കയറിയിട്ട് നേരെ
മറ്റുള്ള വാഗമണിൽ കാണാനുള്ള സ്ഥലങ്ങളിൽ പോകാൻ പോവാണ്. നമുക്ക് ഈ റിസോർട്ടിന് ടാറ്റോന് ഇവിടെ പറയാം. ബൈ. എല്ലാം ഒരു പള്ളി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉള്ള നല്ല പള്ളി എന്നാണ് എല്ലാവരും പറയുന്നത്. നല്ലൊരു വലിയ പള്ളിയാണ്. പള്ളിയാണ് കണ്ടോ, ഇതോ കണ്ട, അതാണ് പള്ളി. ആ കാണാണ് പള്ളി. ഓക്കെ, ഇതുവഴിയാണ് പോകേണ്ടത്. എന്നാലേ പള്ളിയുടെ മുകളിലെത്തും. നമുക്ക് ക്യാമറ അകത്ത് കൊണ്ടുപോകാൻ പറ്റൂല, അതുകൊണ്ട് നമ്മൾ വെളിയിൽ നിന്ന് കാണിക്കുകയാണ്. കണ്ട, നല്ല വൈബ് പള്ളി കേട്ടാ, കിട്ടിയിട്ടുണ്ട്. ഇവിടെ പക്ഷെ നല്ല പ്രദേശം അല്ലേ, നല്ല ഏരിയ. കുരിശെടുക്കും, സ്വർണ്ണ കുരിശ്. കുരിശ്. ഓക്കെ, അല്ല ഇവിടെ ശരി പോരാ. അങ്ങനെ ഇങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സെറ്റാണ്. ഇതാണ് പള്ളിയുടെ ഫ്രണ്ടിൽ, ഇതാണ് പള്ളിയുടെ ഫ്രണ്ട്. പക്ഷെ ഇതാ കണ്ട, ഇതാണ് പള്ളി. അതിനുവേണ്ടി വന്ന് നിൽക്കണുണ്ട്. നല്ല സ്ഥലം കേട്ടോ ഇത്. നമ്മൾ ഈ വാഗമൺ ട്രിപ്പിൻ്റെ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങളിപ്പോൾ ഷോക്കായി കാണുമല്ലേ, പക്ഷെ ഇവിടെ വെച്ച് നിർത്തുന്നില്ല. പാർട്ട് 1 വീഡിയോ മാത്രമാണ്. ഇനി ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺഡാണ്. അപ്പോൾ ഇതൊക്കെ എടുക്കണമെങ്കിൽ ഈ വീഡിയോ തീരില്ല. ബട്ട് അതിൻ്റെ കൂടെ പാർട്ട് 2 ഒരു വലിയ സർപ്രൈസ് നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വലിയ സർപ്രൈസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ പാർട്ട് 2 കാണും. സത്യം പറയാനാണ്, ഇത് വലിയൊരു സർപ്രൈസ് തന്നെയാണ്. അപ്പോൾ ഈ പാർട്ട് 1 വീഡിയോ ഇവിടെ വെച്ച് പാർട്ട് 1 ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം അല്ലേ? പാർട്ട് 2 എല്ലാവരും കാണാൻ വലിയ സർപ്രൈസ് ഉണ്ട് അല്ലേ? ലാസ്റ്റ് വലിയൊരു സർപ്രൈസ്. സത്യമാണ് പറയണത്, നിങ്ങൾ പാർട്ട് 2 കണ്ടോക്ക്. ഉടൻ തന്നെ പാർട്ട് 2 വരുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ കാണുന്ന സമയത്ത് പാർട്ട് 2 ചാനൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വേഗം തന്നെ പോയി പാർട്ട് 2 കാണും. ഇല്ലെങ്കിൽ വെയിറ്റ് ചെയ്യും, പാർട്ട് 2 ഉടൻ തന്നെ വരുന്നതായിരിക്കും അല്ലേ? സോ വി ആർ വൈൻഡപ്പിംഗ് ദിസ് വീഡിയോ ഫ്രം കുറുമസോ. ഞങ്ങൾ അഭി, നിങ്ങൾ അത് സീ യു, ബൈ.